ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് കറൻറ്റ് ഫീലിങ്സ് ആണ്. അത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ടാരോ കാർഡ് വിത്ത് കാൻഡിൽ ഫ്ലെയിംസ് ആണ്. ഈ കാൻഡിൽ ഫ്ലെയിംസ് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജിയുടെ പ്രതിനിധീകരിച്ച് വെച്ചിട്ടുള്ളതാണ്. ഈ റെഡ് കളർ കാൻഡിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും ഈ വയലറ്റ് കളർ കാൻഡിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയുമായിട്ടാണ് ഇവിടെ സങ്കല്പം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ശിവരാത്രി കൂടിയാണ്. ശിവഭഗവാന്റെ ബ്ലെസ്സിങ്സോട് കൂടിയിട്ടാണ് നമ്മൾ എനർജി ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി, നിങ്ങളോടുള്ള ഫീലിങ്സ്, അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് വേണോ വേണ്ടയോ, ജെനുവിനായിട്ട് തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ, എന്തൊക്കെയാണോ എനർജി കിട്ടുന്നത് നമ്മളിവിടെ പറയുന്നതായിരിക്കും കേട്ടോ. ഈ ടാരോ റീഡിംഗ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ കേസസുകളിൽ നമുക്ക് നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സണൽ എനർജി കൂടെ അവിടെ വ്യക്തമായിട്ട് കിട്ടുന്നതായിരിക്കും. പക്ഷേ കാൻഡിൽ ഫ്ലെയിംസിൽ നമ്മൾ കൃത്യമായിട്ടും നമുക്ക് അവരുടെ എനർജിയും നിങ്ങളുടെ എനർജിയും വളരെ കൃത്യമായിട്ട് തന്നെ കിട്ടും. ഞാൻ കാൻഡിൽ ഫ്ലെയിം റീഡിംഗ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൽ കൃത്യ എനർജി കറണ്ട് ലൈഫിൽ അല്ലെങ്കിൽ കറൻ്റ്ലി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ടാരോ കാർഡ് വെച്ചിട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. അതും വിത്ത് ഈ ഒരു ഫ്ലെയിംസിൻ്റെ എനർജിയിൽ വേരിയേഷൻസിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ റീഡിങ്. ആരെങ്കിലും എൻ്റെ റീഡിങ് ഫസ്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റീഡിങ്ങിലേക്ക് കടക്കാം. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ എപ്പോഴും റിമെമ്പർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ടാരോ റീഡിംഗ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് എല്ലാവരും പറയുന്നതാണ്, ഒരു ആശ്വാസത്തിന് വന്ന് കാണുന്നതാണ്. പക്ഷെ അതിന് മാത്രമല്ല, നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴികാട്ടിയാണ് ടാരോ റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കെടുക്കാം, റീഡിംഗ് എടുക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് അവരുടെ മുഖം മനസ്സിൽ കൊണ്ടുവരാം, പേര് മനസ്സിൽ കൊണ്ടുവരാം. നമുക്ക് നോക്കാം. ഓക്കെ, ദ ചാരിയറ്റ് ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളതാണ്. ഒരു കാർഡ് ഇവിടേക്കും വന്നിട്ടുണ്ട്. ഓക്കെ, 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നമുക്ക് ഫസ്റ്റ് 2 കാർഡ്സായിട്ട് വന്നിട്ടുള്ളത്. ചാരിയറ്റ് കാർഡാണ് ആൻഡ് 10 ഓഫ് പെൻറ്റിക്കിൾസ് കാർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെ എനർജിയിലും നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളും നിങ്ങളെ പേഴ്സണും ഓക്കെ, നിങ്ങൾക്ക് 2 സോൾ, അതായത് ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ സോളിന് 2 സോൾമേറ്റ്സുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, അതിൽ ഓഫ് കോഴ്സ് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എനിക്കിവിടെ ഫ്ലെയിംസിൽ കാണുന്നുണ്ട് നന്നായിട്ട് തന്നെ. നിങ്ങളുടെ സോളിലും അദ്ദേഹത്തിൻ്റെ സോളിലും 2 സോൾ എനർജി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒന്ന് നിങ്ങളുടെ സോളും മറ്റൊന്ന് വേറൊരു സോളുമായിട്ട് കണക്ഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. ചിലർക്കതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫ്ലെയിംസ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. ദ ചാരിയറ്റ് എനർജി ഓഫ് കോഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. 10 ഓഫ് പെൻറ്റിക്കിൾസ് നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ 10 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ വ്യക്തമാക്കുന്നത് നിങ്ങളിൽ പലർക്കും ഒരു ഫാമിലി ഹോൾഡറാണ്. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പേഴ്സൺസും ഓൾറെഡി ഒരു ഫാമിലിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അത് വിട്ടിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് എ ഡിവൈൻ കണക്ഷൻ. ആൻഡ് ഓൾസോ എനിക്കിവിടെ നിന്ന് എനർജി കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർപ്പത്തിനൊരു എനർജി വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും നിങ്ങളുടെ എനർജിയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലൈക്ക്
നിങ്ങൾ വളരെ ഡീപ്പായിട്ടുള്ള സങ്കടങ്ങളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളൊരു എന്താ പറയുക, ഒരു ആത്മഹത്യയുടെ വക്കിൽ നിന്നിട്ട് എന്താ പറയുക, ഇങ്ങനെ തിരിച്ച് വന്നിട്ടുള്ളൊരു എനർജി നിങ്ങളിൽ കാണുന്നുണ്ട്. ഒരുപാട് കരയുന്ന ഒരു എനർജി നിങ്ങളിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എനർജിയിൽ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു തീയമ്മേ നിൽക്കുന്ന, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ പേഴ്സണും എനർജി ഇപ്പോൾ മാറുന്നുണ്ട്. രണ്ടുപേരുടെ എനർജി ഇപ്പോൾ ഒരുമിച്ച്, നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയിൽ ഇതൊരു ഡിവൈൻ കണക്ഷൻ ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. കാരണം രണ്ടുപേരിലും ഏറെക്കുറെ ഒരുമിച്ച് എന്താ പറയുക, എനർജി ഷിഫ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടുപേർക്കും. അത് നിങ്ങളുടെ ഈ ജ്വാല ഇങ്ങനെ തുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടെയും എനിക്കത് കാണാനായിട്ട് കിട്ടി. ഓക്കെ, നിങ്ങൾ ഒരുപാട് വേദനിക്കുമ്പോൾ അവിടെ അതിൻ്റെ എന്താ പറയുക, ഒരു മിററിങ് എഫക്റ്റ് അവിടെ കിട്ടുന്നുണ്ടെന്ന് എനിക്കിവിടെ നിന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സോളിൽ 2 സോൾമേറ്റ്സുകളെ കാണിക്കുന്നുണ്ട്. ഒന്ന് ഡിവൈൻ കമ്മിറ്റ്മെൻറ്റോട് കൂടി വന്നിട്ടുള്ളൊരു ഇതും, ഒന്ന് നിങ്ങളുടെ വിധിപ്രകാരം വന്നിട്ടുള്ള ഒരു സോൾ കോൺട്രാക്റ്റ് ആയിട്ടാണ് കാണുക. ഒന്ന് സോൾ കോൺട്രാക്റ്റ് ആണ്, മറ്റേത് അതൊരു പ്യുവർ സോൾമേറ്റ്. നിങ്ങളുടെ പ്യുവർ സോൾമേറ്റും ഒന്ന് കോൺട്രാക്റ്റൽ സോൾമേറ്റും, അതാണ് നിങ്ങളിൽ രണ്ടുപേരിലും കണക്ഷനായിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഈ 2 കാർഡിലും അത് വ്യക്തമായിട്ടും കാണിക്കുന്നുണ്ട്. നമുക്ക് ഡബിൾ എനർജിയാണ് വന്നിട്ടുള്ളത്. ചാരിയറ്റ് കാർഡ്, അവിടെ 2 സോളിൻ്റെ എനർജി കാണുന്നുണ്ട്. എനിക്കിവിടെ ക്യാൻഡിൽസിലും നമുക്ക് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് നമുക്കിവിടെ ഡിവൈൻ കാണിച്ചു തരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഓഫ് കോഴ്സ് ഫാമിലി കാർഡ്സ്, ഫാമിലിയെ ഒരു പ്രതിനിധീകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണ് വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു എനർജിയിൽ കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളും സ്ട്രെസ്ഫുള്ളായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ രണ്ടുപേരും വേറൊരു എനർജിയിൽ കണക്റ്റഡായിട്ട് ഓൾറെഡി നിൽക്കുന്ന പേഴ്സൺസ് ആണ്. അത് നിങ്ങൾക്ക് അറിയാം പരസ്പരം. ഒക്കെ പേജ് ഓഫ് പെൻഡിക്കിൾസ് നിങ്ങളെ ഒരുപാട് എന്താ പറയുക ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. സ്റ്റിൽ ദേ ആർ ഹോൾഡിങ് ദ പൊസിഷൻ ഫോർ യു. ഓക്കെ, അവരുടെ ഒരു മനസ്സിൽ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പൊസിഷൻ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ എനർജി ഇപ്പോഴും എന്താ പറയുക, ഒരു 2 സെക്കൻഡ് നിങ്ങൾ ആശ്വാസപരമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി അടുത്ത സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് ദുഃഖത്തിലാഴ്ന്നു പോകുന്നൊരു എനർജി. അത് സ്റ്റേബിൾ അല്ല. ഒന്ന് ആശ്വാസമായിട്ടിരിക്കാൻ ശ്രമിക്കും, പക്ഷെ ഒരു കുറച്ച് സമയം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, പിന്നെയും അവിടെ വീണ്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഈ 2 കണക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അവർ ആ കണക്ഷനിൽ കൂടെ എന്താ പറയുക പോയേ മതിയാകുള്ളൂ. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ എന്താ പറയുക കോൺട്രാക്റ്റിലുള്ള അല്ലെങ്കിൽ അനദർ സോൾമേറ്റ് കണക്ഷനെക്കാട്ടിയും നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ, ഇവരുടെ കണക്ഷനോടാണ് കൂടുതലുമായിട്ടുള്ളൊരു ബന്ധം കാണിക്കുന്നത്. ഓക്കെ, പക്ഷെ ആ പേഴ്സണ് ഈ 2 ബന്ധവും ഒരുപാട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ എന്നുള്ളൊരു ഫീലിങ്സ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അവരുടെ ഷോൾഡറിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് അവർക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഒരുപാട് ആലോചിക്കണം, പെട്ടെന്ന് ഒന്നും അവർക്ക് നടക്കില്ല. സോ അവർക്കിപ്പോൾ ഒരു ഭയമാണ് കാണുന്നത് ആക്ച്വലി പറയുവാണെങ്കിൽ. ഓക്കെ, കുറച്ച് പേർക്ക് തേർഡ് പാർട്ടി എനർജി ഓഫ് കോഴ്സ് ഉണ്ട്, പക്ഷെ ആ തേർഡ് പാർട്ടി എനർജിയെ കളയാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അവർക്ക് പേടി എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, 2 കാർഡ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. 9 ഓഫ് വൺസ് ആൻഡ് 4 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. രണ്ടും റിവേഴ്സ് മോഡിലാണ്. ഒരുപാട് ഇപ്പോഴും എനിക്ക് സർപ്പത്തിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. നിങ്ങളുടെ അമ്പലത്തിലെ സർപ്പക്കാവ് വഴി എന്തെങ്കിലും ശാപമോ അല്ലെങ്കിൽ സർപ്പദോഷമോ അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ പ്രീതി കുറവോ ഉണ്ട് 2 പേർക്കും ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്.
സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഒരേപോലെ റീസണേറ്റ് ആകണമെന്നില്ല കേട്ടോ. അങ്ങനെ ഒരു സർപ്പത്തിൻ്റെ ഒരു എനർജി എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ബ്ലോക്കേജസ് മേ ബി അതുകൊണ്ടായിരിക്കാം. കാരണം എനിക്ക് 3 കാർഡ്സുകളിലായിട്ട് ഇങ്ങനൊരു എനർജി കിട്ടുന്നുണ്ട്. ഈ പറയുന്ന നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് എന്താ പറയുക, മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഇതൊരു മുമ്പത്തെ പോലെ കമ്മിറ്റ്മെൻറ്റോടുകൂടി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ഭയമായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോട് വന്ന് സംസാരിക്കാനായിട്ടുള്ളൊരു എന്തോ ഒരു അകൽച്ച, ഒരുപാട് അകൽച്ച കാണുന്നുണ്ട് നിങ്ങൾക്ക് 2 പേർക്കും കേട്ടോ. മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒരുപാട് അകന്നിരിക്കുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട്. ആൻഡ് നിങ്ങൾ എത്ര എന്താ പറയുക ലവ് ഓഫർ ചെയ്താലും, അല്ലെങ്കിൽ നിങ്ങൾ റെഡിയാണ് അവർക്ക് ലവ് ഓഫർ ചെയ്യാൻ, പക്ഷെ അവരത് സ്വീകരിക്കുന്നില്ലാത്ത ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ഇവരുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ അവർ കാണുമ്പോൾ ഒക്കെ ആയിട്ട് തോന്നുമെങ്കിലും പരോക്ഷത്തിൽ അവർ ആക്ച്വലി അതല്ല. ഇപ്പോൾ രാത്രി കിടക്കാനൊക്കെ പോകുമ്പോൾ ആ സമയം അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിങ്ങിപ്പൊട്ടൽ ഉണ്ടാകുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് നിങ്ങൾക്കും അതുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈനെസ് ഉണ്ടെന്നുള്ളൊരു സൂചന അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നന്നായിട്ട് വെള്ളം കുടിക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 24 hours ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതിയും ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ മാത്രമാണ് നിങ്ങളുടെ മൈൻഡിൽ. ആൻഡ് ആ പേഴ്സൺ എന്ന് പറയുന്നത്, ആ പേഴ്സൺ ഒരുപാട് ടെൻഷൻസ് കാണിക്കുന്നുണ്ട്, ഫിനാൻഷ്യലി ബ്ലോക്കേജസുകൾ കാണിക്കുന്നുണ്ട് ആ ഒരു പേഴ്സണ്. സോ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനിലും സ്ട്രെസ്ഫുൾ ലൈഫിലുമാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ധാരാളം റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു പേഴ്സണും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. സോ അവർക്ക് പെട്ടെന്ന് എന്താ പറയുക, ഒന്നിനോടും പ്രതികരിക്കാൻ ഒന്നും പറ്റുന്നില്ല. പിന്നെ നിങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അത് 2 പേർക്കും വിഷമമുണ്ട്. അവർ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കുത്തുവാക്കുകളും എന്താ പറയുക, നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന് പോലും അങ്ങനെ ഡയറക്റ്റ് ചോദിച്ചവരുണ്ട്. ഓക്കെ, യാ നമുക്ക് നോക്കാം. ഓക്കെ, ദ എംപ്രസ്. അവർക്ക് നിങ്ങളെന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു എംപ്രസ് മാതിരിയായിരുന്നു. അവരുടെ ലൈഫിൽ എന്ത് കാര്യങ്ങൾ നടക്കുവാണെങ്കിലും അവർ നിങ്ങളുടെ അടുത്ത് വന്ന് പറയും, ഷെയർ ചെയ്യും. നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം കിട്ടിക്കൊണ്ടിരുന്നിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ അവർക്കിപ്പോൾ ഹെൽത്ത് പരമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഇവിടെ. നന്നായിട്ട് തന്നെ നിങ്ങളാണെങ്കിലും ഹെൽത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അവർക്കും അത് കാണുന്നുണ്ട്. അവർക്ക് രക്തക്കുറവ് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് അവരുടെ എനർജിയിൽ ഇപ്പോൾ കറൻ്റ്ലി അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ കാണുന്ന ഈ ഒരു നിമിഷം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. വിളിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് കാര്യങ്ങളെല്ലാം നിങ്ങളിപ്പോൾ നിർത്തി വെച്ചിട്ടുള്ളൊരവസ്ഥയിലാണ് കാണിക്കുന്നത്. സോ നിങ്ങളെ വിളിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഡൗട്ടിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ചിലവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ കോള് വന്നേക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഒരു കോളോ മെസ്സേജോ വന്നേക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ വിത്തിൻ ഫ്യൂ ഡേയ്സിൽ. ഓക്കെ, ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സപ്രഷൻ എനർജി തന്നെ കാണിക്കുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, വിധിയിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് കേട്ടോ. സോ കറണ്ട് എനർജിയിൽ അവർക്ക് ഞാൻ പറഞ്ഞ ഒരുപാട് ബ്ലോക്കേജസുകളൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ. തടസ്സങ്ങൾ, സർപ്പദോഷത്തിൻ്റേതായിട്ടുള്ള തടസ്സങ്ങൾ നിങ്ങളെ 2 പേരുടെ റിലേഷൻഷിപ്പിലുണ്ട്. ഈ സർപ്പം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മളുടെ ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താ പറയുക, ഈ ഞരമ്പാണെങ്കിലും സർപ്പമാണെങ്കിലും, സർപ്പം ഇണചേരുക എന്നൊക്കെ പറയില്ലേ, എന്തെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇണചേരൽ അവിടെ നിൽക്കും അല്ലേ. അപ്പം അതേപോലെ തന്നെയാണ് ഈ റിലേഷൻഷിപ്പുകളിലും എന്താ പറയുക, സർപ്പങ്ങളുടെ എനർജി നിൽക്കുന്നത്. സോ അവിടെ എന്തൊക്കെയോ ഒരു ബ്ലോക്കേജസ് നിങ്ങളുടെ ലൈഫിൽ സർപ്പത്തിൻ്റെതായിട്ടുള്ളൊരു എനർജി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് സം കൈൻഡ് ഓഫ് മുസ്ലിംസിൻ്റെ എനർജി, അതൊരു ബ്ലാക്ക് എനർജി ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. കുറച്ച് പേർക്കാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ പേഴ്സൺ ഇപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ടൈപ്പ് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസിങ്ങിലോ, അല്ലെങ്കിൽ കറൻ്റ്ലി ബിസിനസ് ലോസ് ആയിട്ടുള്ളൊരു എനർജി ഒക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ എനിക്കിവിടെ കാണുന്നുണ്ട്.
ഇപ്പോൾ രണ്ടുപേരുടെയും ഒരു സെപ്പറേഷൻ എനർജിയിൽ തന്നെയാണ് ഫ്ലെയിംസ് വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലും. സോ ആൻഡ് ഓഫ് കോഴ്സ് അവിടെ ഒരു ഡബിൾ എനർജി വീണ്ടും വീണ്ടും കാണിക്കുകയാണ്. ആ ഡബിൾ എനർജി മൂലം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ചിന്തകൾ ആകുന്ന സമയത്ത് എന്താ പറയുക, നിങ്ങളെക്കുറിച്ച് അവരന്വേഷിക്കുന്നുണ്ട്. നിങ്ങളറിയാതെ തന്നെ അവർ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ക്യൂൺ ഓഫ് കപ്സ് ആണ് പിന്നെ വന്നിട്ടുള്ളത്. ആൻഡ് ജസ്റ്റിസ് കാർഡ്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ട് എന്തോ ജസ്റ്റിസ് കിട്ടാനുണ്ട്. കർമ്മമാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓൾമോസ്റ്റ് കർമ്മമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതെന്തോ ഒരു കർമ്മ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. വാട്ട് ഈസ് ദ കർമ്മ? അത് നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ട് എന്ത് കർമ്മയാണ് നിങ്ങൾക്കുള്ളത് എന്ന് അന്വേഷിക്കുക. ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ്, ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു എനർജിയിൽ എന്താ പറയുക, ഇനി ജീവിക്കണോ വേണ്ടയോ എന്നുള്ളൊരു തോട്ട്സൊക്കെ വന്നിട്ടുള്ളൊരു മൈൻഡാണ്. ആ മൈൻഡിനെ പിടിച്ചു നിർത്തുന്നത് നിങ്ങളുടെ സപ്പോർട്ടീവായിട്ടുള്ളൊരു ഗാർഡിയൻ ഏഞ്ചൽസ് ആണ്. അതിൽ ഈ കാർഡ്സിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഫ്ലെയിംസിലും വന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് ഏറെ ഉള്ളവരാണ് നിങ്ങൾ രണ്ടുപേരും എന്ന് കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് ഏറെക്കുറെ ഗാർഡിയൻ ഏഞ്ചൽസ് മെസ്സേജസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പേഴ്സണെ കണ്ടുമുട്ടിയതിന് ശേഷം ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണാനായിട്ട് ഇടവന്നിട്ടുണ്ടായിരിക്കണം. അത് ഓരോ സൂചനകളായിട്ടാണ് നിങ്ങൾക്ക് ഏഞ്ചൽസ് തന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യത്തിലും. ആൻഡ് ഈ ഒരു പേഴ്സണെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കാതെ തന്നെ നിങ്ങളിലേക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് എത്തിക്കൊണ്ടിരിക്കും. മേ ബി സ്വപ്നങ്ങളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് അവരുടെ പല കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് അവരുടെ എനർജി അവർക്ക് ഇപ്പോൾ എവിടെ നിന്നോ ഒരു നല്ല വിഷമം, ഓക്കെ, നല്ല രീതിയിലൊരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളെ എന്തുകൊണ്ടൊക്കെ ഈ പേഴ്സൺ നല്ല രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ട്, അതിനൊരു തിരിച്ചടി ഈ ഒരു പേഴ്സണ് കറൻ്റ്ലി കിട്ടിയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇടയ്ക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജി വരുന്നുണ്ട്. അവർ ചെയ്ത കാര്യങ്ങൾ ഒരുപാട് തെറ്റുകളായിരുന്നു എന്ന് അവർക്ക് വരുന്നുണ്ട്. ഇവർക്ക് ലൈഫിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റാതെ പോയതിൽ, നിങ്ങൾക്ക് ലൈഫിൽ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റാതെ പോയതിൽ ഒരുപാട് എന്തൊക്കെയോ വിഷമങ്ങളൊക്കെ അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സോ അവർക്ക് നിങ്ങളുമായിട്ടൊരു അഗെയിൻ ഒരു കമ്മിറ്റ്മെൻറ്റിനോട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരെ മനസ്സ് തന്നെ അതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതായിട്ടുള്ള തടസ്സം നന്നായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തടസ്സം എന്ന് പറയുന്ന ഒരു കാര്യം, അത് സർപ്പദോഷത്തിൻ്റെ ഒരു തടസ്സം നല്ല ഫുൾ എനർജിയോടുകൂടി കിട്ടുന്നുണ്ട്. ആൻഡ് രണ്ടാമത്തെ കാര്യം, സംതിങ് ഒരു തേർഡ് എനർജി വന്ന് നിൽക്കുന്നുണ്ട് തടസ്സമായിട്ട്. ദാറ്റ് മൈറ്റ് ബി ഫിനാൻഷ്യലാകാം. ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾക്കും നന്നായിട്ട് തന്നെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ പല വഴിക്കും ഇദ്ദേഹത്തെ സഹായിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ നിങ്ങളിലില്ലെങ്കിലും നിങ്ങൾ കടം മേടിച്ചിട്ടാണെങ്കിൽ ഈ ഒരു പേഴ്സണെ സഹായിക്കാനായിട്ട് നിങ്ങൾ റെഡിയാകുന്ന, അല്ലെങ്കിൽ ഈ പേഴ്സണിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യാനായിട്ട് റെഡിയാണ് ആക്ച്വലി. ഓക്കെ, ഇതൊരു ഡിവൈൻ കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. പക്ഷേ അതിൽ വന്ന് നിൽക്കുന്നത് തടസ്സങ്ങളിലാണ് വന്ന് നിൽക്കുന്നത് മാത്രം. ഓക്കെ, അത് കാണിക്കുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചാലും നിങ്ങൾ അവരിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചാലും വന്ന് നിൽക്കുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ തടസ്സത്തിലായിരിക്കും. അങ്ങനെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, ബ്ലോക്ക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു കോൾ എടുത്തിട്ട് അങ്ങോട്ട് വിളിക്കാം, വേറൊരു നമ്പർ എടുത്തിട്ട്, അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇത് ഇത്രയും ഒരു ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ പരമായിട്ടുള്ളൊരു വേൾഡാണ് അല്ലേ. അപ്പോൾ രണ്ടുപേർക്കും വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം, റീച്ചബിളാണ്. പക്ഷേ എന്താ പറയുക, സ്വയം എന്തൊക്കെയോ ബ്ലോക്കേജസ് നന്നായിട്ടുണ്ട്. ഇത്തരം ബ്ലോക്കേജസ് അധികമുള്ള റിലേഷൻഷിപ്പുകളിലാണ് നമ്മൾ കാർമിക് കോഡ് കട്ടിങ് സജസ്റ്റ് ചെയ്യാറുള്ളത്. ആ കാർമിക് എനർജി കട്ട് ചെയ്ത് മാറ്റിയാൽ അവിടെ മുന്നോട്ടേക്ക് ഈസി ആയിരിക്കും. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കർമ്മ അവിടെ കാണിക്കുന്നുണ്ട്. സം കൈൻഡ് ഓഫ് കർമ്മ ബ്ലോക്കേജസിൽ വന്ന് നിൽക്കുന്നുണ്ട്.
അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല അതിൻ്റെ ഒരു എനർജി വരുന്നത്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്ത് കാര്യം ചെയ്താലാണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോയാലാണ് ഈ ഒരു കർമ്മ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ സക്സസ്ഫുൾ ആക്കാനായിട്ട് പറ്റുക. അതാണ് ഞാൻ പറഞ്ഞത്, ടാരോ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുമ്പോട്ടേക്കുള്ള വഴികാട്ടിയാണ്. ഒരിക്കലും നമ്മൾ ആശ്വാസത്തിന് വന്നിരുന്ന് കാണുന്ന ഒരു സിനിമാറ്റിക് സംഭവമല്ല ടാരോ റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എനിക്ക് ഒരുപാട് ഒരാൾ ഇതിൽ നിന്നും, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പൂർണ്ണമായിട്ട് പിന്നോട്ട് നീങ്ങിയിട്ടുണ്ട്, വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. മേ ബി അത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇപ്പോഴും ഭയങ്കര ടയേർഡാണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ടയേർഡായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അവർക്ക് എന്താ പറയുക, ഒരുപാട് മാനസികമായിട്ടുള്ള സ്ട്രെസ്ഫുള്ളാണ് കാണുന്നത്. നിങ്ങൾ ഒരു സമയത്ത് നിങ്ങൾ അവർക്ക് വളരെയധികം ആശ്വാസകരമായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ വേറൊരു സമയത്ത് ഭയങ്കരമായിട്ട് ആ ഒരു ആശ്വാസം തന്നെ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് മാറി എന്നും കൂടെ ഇവിടെ എനർജിയിൽ വരുന്നുണ്ട്. അവരിപ്പോഴും ആ ഒരു ഡബിൾ എനർജിയിൽ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്കും ഡബിൾ എനർജി ഉണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരിക്കുന്ന എനർജിയാണ്. പക്ഷേ അവരുടെ എനർജി എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ഒരു ഡബിൾ എനർജിയിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഓൺ ആൻഡ് ഓഫ് കണക്ഷനായിട്ട് കാണിക്കുന്നുണ്ട്. ചില സമയത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും, ചില സമയത്ത് ഒട്ടും എന്താ പറയുക, ഒരു അൺഎക്സ്പെക്റ്റഡ്ലി ചേഞ്ചസ് വരാമെന്ന് പറയില്ല, അങ്ങനെ ഒരു ചേഞ്ചസ് വരുന്ന ഒരു റിലേഷൻഷിപ്പും കൂടിയായിട്ട് കാണുന്നുണ്ട്. സർപ്പദോഷം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കുക. എഗൈൻ ആൻഡ് എഗൈൻ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ വരുന്നുണ്ട്. നിങ്ങൾ ഉള്ളവരാണോ എന്ന് ചെക്ക് ചെയ്യാട്ടോ, അല്ലാതെ വെറുതെ പോയിട്ട് എനിക്ക് സർപ്പദോഷം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഓരോ കാവിലും അല്ലെങ്കിൽ അങ്ങനത്തെ അമ്പലങ്ങളിലൊന്നും പോയിട്ട് ഓരോന്നും ചെയ്യാതിരിക്കുക. അത് കൂടുതലും ഇതിലേക്ക് വരുത്തത്തുള്ളൂ. ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടോ നമുക്ക് തരാൻ വേണ്ടിയിട്ട്? എനർജിയിൽ ഒരു കാർഡ് കൂടെ എടുത്ത് നോക്കാം. ഏസ് ഓഫ് വാൺസ് ആണ്. അവരുടെ മനസ്സിൽ എന്താ പറയുക, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപാട് നിങ്ങളെക്കുറിച്ചുള്ള ഡ്രീംസ് അല്ലെങ്കിൽ മെമ്മറീസ് ഇങ്ങനെ ഹോണ്ടിങ്ങിൽ വരുന്നുണ്ട്. അത് തളിർന്ന് ഇലകൾ വരുന്നുണ്ട്. പക്ഷേ അത് പിന്നീട് അത് പൊഴിച്ച് കളയുന്ന ഒരു എനർജിയും കൂടി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇലകൾ പൊഴിഞ്ഞ് വീഴുന്ന ഒരു എനർജി കൂടെ കാണുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് എന്നും ആലോചിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, അതൊക്കെയാണ് ബ്ലോക്കേജസ് ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ ക്രൗൺ ചക്ര, ഹേർട്ട് ചക്ര ബ്ലോക്ക്ഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹീലിംഗ് എടുക്കാം. ഹീലിംഗ് എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു എന്താ പറയുക, ഡിവൈൻ പ്രൊസീജിയറാണ് കേട്ടോ. നമുക്ക് ഒരുപാട് അനുഭവങ്ങളാണ് ഹീലിങ്ങിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാം. ഹീലിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ തോട്ട്സ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരും എന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ഹീലിംഗ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. വാട്ട് എവർ യു ആർ തിങ്കിങ് അത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആക്കും. സോ ആ ചേച്ചി ഓക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് വെറുതെ പോണ സമയത്ത് എന്താ പറയുക, ഞാൻ ഇനി എടുക്കുന്ന കയ്യിലൊരു കവറുണ്ടായിരുന്നു, ഈ കവർ എവിടെയെങ്കിലും മറന്നു വെച്ച് പോകുമോ ഭഗവാനെ, അങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോയി. ഓക്കെ, അത് കഴിഞ്ഞ് എന്താ പറയുക, ആ ചേച്ചി ഒരു കടയിൽ കയറി, ഷോപ്പിൽ കയറി, ആ കവറ് മറന്നു വെച്ചു വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോഴാണ് അതറിയുന്നത് ആ കവറിലായിരുന്നു ആ വീടിൻ്റെ താക്കോലും കാര്യങ്ങളും എല്ലാം. പിന്നെ ആ ചേച്ചി വീണ്ടും തിരിച്ച് അന്വേഷിച്ച് പോയി ആ കവറ് എടുത്തിട്ട് വന്ന് തുറന്ന് അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണോ ഹീലിംഗ് കഴിഞ്ഞതിന് ശേഷം തിങ്ക് ചെയ്യുന്നത് അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആക്കും. ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പുകളുടെ ഹീലിംഗ് കൊടുക്കുന്നുണ്ട്. ആ ഹീലിങ്ങിൽ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയാണോ പ്രോബ്ലംസ് അതെല്ലാം അവിടെ ഹീലാകും. ഓക്കെ, ആ ഹീലിങ്ങോട് കൂടിയിട്ട് പിന്നെ നിങ്ങൾ എന്താണോ തിങ്ക് ചെയ്യുന്നത്, ഓക്കെ, ആ പേഴ്സൺ എന്നിലേക്ക് നാളെ വന്ന് സംസാരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് അങ്ങോട്ട് ആ വിഷ്വലൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ നടക്കും. ഇപ്പോൾ നിങ്ങൾ ഹീലിംഗ് ഒക്കെ കഴിഞ്ഞു, ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിക്കുക അദ്ദേഹം വരും എന്ന് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിലും ചിലവരെന്ത് ചെയ്യും,
ഭയങ്കര നെഗറ്റിവിറ്റിയിലേക്ക് പോകും. പിന്നീട് അവിടെ അവർ കോണ്ടാക്റ്റിലേക്ക് വരും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കോണ്ടാക്റ്റിലേക്ക് വരും. പക്ഷെ വളരെയധികം നെഗറ്റീവായിട്ട് അങ്ങോട്ട് വളരെ തല്ലുപിടുത്തവും, അത് മുമ്പ് പോയതിനേക്കാളും ഇരട്ടിയായിട്ട് അവർ വെറുത്തിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. എന്താ കാരണം? ഭയങ്കരമായിട്ട് അവർ ആ ഒരു എന്താ പറയുക, നെഗറ്റിവിറ്റി അവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്തു. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിലും അത്രയും വിശ്വാസം കൊടുത്തിട്ട് വേണം ഒരു കാര്യത്തെ ചെയ്യാൻ വേണ്ടിയിട്ട്. ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും യൂണിവേഴ്സിനെ വിശ്വസിച്ച് അവിടെ വെയിറ്റ് ചെയ്യണം. എന്തായാലും അത് പോസിറ്റീവായിട്ടേ നടക്കുള്ളൂ. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഹീലിങ്ങിൽ നമുക്ക് വന്നിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഒരാളുടെ ആയുസ് പോലും അതിൻ്റെ ആ ഒരു കാര്യത്തിൽ പോലും വന്നിട്ടുള്ള എക്സ്പീരിയൻസസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്കിവിടെ ഇരുന്ന് പറയാനുള്ളൊരു ടൈം ഗ്യാപ്പ് ഇല്ല. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സി യു. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, അതിൽ വാട്സപ്പ് നമ്പറാണ്, കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ റീഡിംഗ് പേയ്മെൻറ്റ് വരുന്നത് 750 റുപ്പീസ് റീഡിംഗ് പേയ്മെൻറ്റ് വരുന്നുണ്ട് കേട്ടോ. കാൻഡിൽ ഫ്ലെയിം റീഡിംഗ് ആണെങ്കിൽ 1000 റുപ്പീസാണ്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ റീഡിംഗ് ആണെങ്കിൽ 1500 ആണ്. ഞാൻ ഓൾറെഡി ചാർജ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, സോ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സി യു.